മൈൽസ്റ്റോൺ മേക്കേഴ്സ് അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി. ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. സന്ദീപും ഉണ്ണി മുകുന്ദനും ഒരുമിച്ച് വന്നു, എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ഞാൻ രണ്ടുപേരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. കല്യാണത്തിലേക്കൊന്നും കടക്കില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എടുത്തോണ്ടേ പോയി. അപ്പൊ അത് ക്രീപ്പി ബിഹേവിയർ. അത് കെട്ടുന്നതിന് മുന്നാടി ഒരു ടിപ്പ് പറയാൻ പറഞ്ഞ എന്ത് പറയും? കെട്ടാൻ പോകുന്ന പെൺകുട്ടികളോട് നന്നായിട്ട് ഉറങ്ങും ഞാൻ പറയും. ബിക്കോസ് നന്നായിട്ട് ഉറങ്ങിയാണ് നന്നായിട്ട് കണ്ണു മുഴിച്ച് താലി കെട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബിഗ് ബോസിൽ ഇരുന്നപ്പോൾ ഞാൻ ഒരു പെർഫോമൻസിന് വേണ്ടി പോയിരുന്നു. പോയപ്പോ കാതില് ഡയറക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ല. ചേട്ടൻ വന്ന് കാണാനാണ് ഭയങ്കര ഹാപ്പി ആണത്. പക്ഷെ ഉള്ളിൽ ഭയങ്കര ഡീപ്പായിട്ട് തനക്കെന്ന് നിറയെ ഫിലോസഫീസ് ഉള്ള ഒരു പേഴ്സണാണ്. അന്യൻ. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. എല്ലാ വീഡിയോസും കാണാറുണ്ട്. എന്താണ് ഈ ഒരു എല്ലാ വീഡിയോസും എങ്ങനെയാണ് ഇങ്ങനെ വൈറലാക്കാൻ പറ്റുന്നത് ശിവാംഗി? അതൊരു ദൈവാധീനം കൊണ്ടാണ്. ആൻഡ് എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് പ്രാർത്ഥന എല്ലാം ചെയ്യും. അതുകൊണ്ട് എനിക്ക് വന്ന് ആ ഒരു ബ്ലെസ്സിങ്സ്. ആൻഡ് ഞാൻ ആക്ച്വലി എന്താണെന്നാ, ഇത്ര മലയാളികൾ ഇരിക്കുന്നുല്ലേ, എനിക്ക് ശരിക്കും മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്നാൽ എല്ലാവരെയും ട്രോൾ ആക്കുന്ന മാതിരി എന്നെ ട്രോൾ ചെയ്ത് എന്നെ അക്സെപ്റ്റേ ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് അതുവേ വന്ന് ഭയങ്കര സന്തോഷമാണ്. സൂപ്പർ. ആദ്യം ഒരു വലിയ കൈയടി കൊടുക്കാം. കാരണം 25 ഇത്രയും കൂടുതൽ വീഡിയോസിന് ഇത്രയും ഡെയിലി വ്യൂവർഷിപ്പ് മൈൽസ്റ്റോൺ മേക്കേഴ്സിനായാലും ബാക്കിയുള്ള എല്ലാ ഡിജിറ്റൽ പേജുകൾക്കും കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അത് ഭയങ്കര ഒരു അത്ഭുതം. എന്താന്ന് വെച്ചാൽ മൈൽസ്റ്റോൺ മേക്കേഴ്സ് കെന്നായിരിക്കുന്നു അല്ലേ, എൻ്റെ വീട്ടിൽ താഴെ വന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു. ഞാൻ വന്ന് കയ്യിൽ വന്ന് കിട്ടിയ ഡ്രസ്സ് അതെല്ലാം ഇട്ടോ. അമ്മ ആണെങ്കിൽ റൂമിൽ വന്ന് ഇറങ്ങി വാടി എന്നെല്ലാം പറഞ്ഞ് എന്നെ തിട്ടി. എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. ശരിയെന്നോ നോക്കിയാൽ കെന്നയുടെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ച് ഒരു 3 മണിക്കൂർ ഇൻ്റർവ്യൂ പോയി. പക്ഷേ ആ ഇൻ്റർവ്യൂ കാരണമാണ് ഇന്ന് എനിക്ക് വന്ന് കേരളത്തിൽ കുറേ പേർക്ക് എന്നെ അറിയുന്നത്. സൂപ്പർ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കറിയാം ഇത്രയും വ്യൂസിന് ഇത്രയും പൈസയൊക്കെ യൂട്യൂബ് ഡിജിറ്റൽ മീഡിയ തരും എന്ന് നമുക്കറിയാം, ചേച്ചിക്ക് അറിയാം. അപ്പോൾ ഇത്രയും പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ചെറിയ പ്രായത്തിൽ? പൈസയാ? ഞാൻ യൂട്യൂബിലിട്ട് ഒരു കുറേ നാളായി. അത്ര ഇടാറില്ല ഇപ്പം. അല്ല മറ്റുള്ള, കാരണം യൂട്യൂബ് ചാനലിലെല്ലാം കൊടുക്കുന്നില്ലേ യുവർ ഇന്റർവ്യൂ, യുവർ കണ്ടന്റ്. ഞാൻ എവിടെ സമ്പാദിക്കുന്നു? അവരല്ലേ സമ്പാദിക്കുന്നത്. ഒന്നും പൈസയൊന്നും തരുന്നില്ല? ഇല്ല. ഓ മൈ ഗോഡ്. അപ്പോൾ സ്നേഹത്തിന് വേണ്ടിയാണോ ഇത് കൊടുക്കുന്നത്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി. ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. ഓ മൈ ഗോഡ്. ഷാൽവിൻ, മിനിമം 1 കോടിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കിരീടത്തിൽ ഇത് ഒതുക്കാന്ന് വിചാരിക്കണ്ട. കറക്റ്റ്. ഞാൻ വന്ന് ഇന്റർവ്യൂവിൽ എന്താ ആക്ച്വലി ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു പബ്ലിസിറ്റി അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കും ഒരു പബ്ലിസിറ്റിയാണ്. സോ അതുകൊണ്ട് ആ ഒരു ടേംസിൽ നമ്മൾ ഒന്ന് പോയി ജാലിയ സംസാരിച്ചിട്ട് വരണം. ഓക്കെ. പക്ഷേ ഇത്രയും വരുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഫെയറി ടെയിലെ പ്രിൻസസ് ഒക്കെ വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഫെയറി ടെയിലെ പ്രിൻസിനെ പറ്റി പറയണം എന്ന്. ഇത് എവിടെ തിരിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് വിടുന്നേലപ്പാ. എനിക്കൊന്ന് എന്താന്നാ, ലെന ചേച്ചിയുടെ സ്റ്റോറി സൂപ്പർ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂ കണ്ട് എന്നെ വന്ന് സാർ മാരി വന്ന് പ്രപ്പോസ് ചെയ്യും. അല്ല ഒരു ഞാൻ നോക്കുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല. ആരെങ്കിലും ഇന്റർവ്യൂ കണ്ട് എന്നെ തേടി വന്നാലേ ഉള്ളൂ. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. എന്തിനാ എല്ലാരും വിചാരിക്കുന്നു ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. അതൊന്ന്. ഇന്നൊന്ന് വേറെ ചില പ്രോബ്ലങ്ങളുണ്ട്. വേറെ ചില പ്രോബ്ലം പറഞ്ഞ ഒരു പ്രോബ്ലം சொல்ல முடியுமா? അതെന്നാ പ്രോബ്ലംന്നാ, ഞാൻ എല്ലാരും വിചാരിക്കാണ് ഞാൻ വന്ന് ഭയങ്കരമായിട്ട് എതിർപ്പാക്കും. ഇത് എന്തെന്നാ എതിർപ്പാക്കും ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഇതൊക്കെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ചേച്ചി പെട്ടെന്ന് ഒരു വീഡിയോ കാണിച്ചു തരട്ടെ? ഓക്കെ. എന്തോ ആ പിടിക്കാൻ വന്നു. ഓക്കെ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ പ്ലീസ്. ഒരു പടം ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. അത് കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു പോയി പടം. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കുകയായി ചെയ്തു.
എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. ഉണ്ണി മുകുന്ദൻ അവர்களെ ഒന്ന് എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? സയ്യാവേ പഞ്ചാബി ഹൗസാ മല്ലു പാട്ടാറുടെ ലാലേട്ടന്റെ പാട്ട് ഞാൻ ജാക്സൺ അല്ലടാ ആ പാട്ട് എല്ലാരും എനിക്കറിയാം. കവിത ബൈജു, അനസ്വര, ഡേസി ജോസഫ്, പ്രണവ് മോഹൻലാല്, കല്യാണി. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണി മുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. എനിക്ക് നിറയെ പേരുടെ ക്രഷ് ഉണ്ട്പ്പാ. ഉണ്ണി മുകുന്ദൻ ഒരാള്, രണ്ടാമത് മൂന്നാമത് നാലാമത് சொல்ல முடியுமா? சொல்ல முடியும். ഫസ്റ്റ് ഉണ്ണി മുകുന്ദൻ, സെക്കൻഡ് വന്ന് ധ്രുവ് വിക്രം, തേർഡ് വന്ന് മലയാളികളെ കുറെ പേരുണ്ട്. ആസിഫ് അലി. ആ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ഇവര് സന്ദീപ് നമ്മുടെ എക്കോയിലെ പടക്കളം സന്ദീപ്. ഓക്കെ, എന്തുകൊണ്ടാണ് സന്ദീപിനെയും ധ്രുവ് വിക്രമിനെയും ഒക്കെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? കാരണം ലെന ചേച്ചി പറഞ്ഞല്ലോ, ഹസ്ബൻഡ് പറഞ്ഞു, ലെന ചേച്ചിയുടെ കണ്ണ് കണ്ടപ്പോഴാണ് ആ ഫയർ കിട്ടിയത്, എന്താ ഒരു വൈബ് കിട്ടിയെന്ന്. എന്തുകൊണ്ടാണ് ഈ ധ്രുവ് വിക്രമിനും സന്ദീപിലും ഒക്കെ ആ ഫയർ കണ്ടത്? എങ്ങനെയാണ്? ഞാനേതോ അവരെ കണ്ട് കല്യാണം കഴിച്ച മാതിരി അവർ കല്യാണം കഴിച്ച ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എനിക്കൊന്ന് ക്രഷാണ്. ഇനി ഞാൻ ഫോട്ടോയിലെ കണ്ടിട്ടില്ല, നേരത്തെ കണ്ടല്ലേ പറയുന്നത്. അപ്പൊ ഇപ്പൊ ധ്രുവ് വിക്രം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ് വിളിക്കുകയാണ്, ഞാൻ റെഡിയാണ് ശിവാംഗി, നീയുമായിട്ട് എന്തോ ഒരു അലിയൻസിന് ഞാൻ റെഡി അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്ത് പറയും? സോറി, ഐ എം ഓൾറെഡി ടേക്ക് എന്ന് അവര് പറയും. ആര്? ധ്രുവോ? അയ്യോ. ഓക്കെ, കട്ടി ഇത് എഡിറ്റ്. ഓക്കെ, സന്ദീപ് വന്നാൽ എന്ത് ചെയ്യും? സന്ദീപിന്റെ അടുത്ത് പോയി, എനിക്ക് ഒന്ന് ഭയങ്കര ഫാനാ, എനിക്ക് നിങ്ങളുടെ പടക്കണം ഭയങ്കര ഇഷ്ടമായി, എസ്പെഷ്യലി ആ 3 റോൾ ഡിഫറെന്റാ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഒരുമാതിരി ആയിപ്പോയി, അങ്ങനെ എന്നൊക്കെ ഞാൻ പറയും. ഇത്രയും പറയുമ്പോ തന്നെ സന്ദീപ് ഫ്ലാറ്റ്. അല്ല, ഇനിയിപ്പോ ഉണ്ണി മുകുന്ദൻ ആണെങ്കിലോ? അയ്യോ, ഉണ്ണി മുകുന്ദൻ എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ വന്ന് ആയിപ്പോകും. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട് ചെയ്തത്? ഫേസ്. എല്ലാരും ഇപ്പോ ബോയ്സ് എല്ലാം വന്ന് ഗേൾസിന്റെ കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഓവറോളാ കണ്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എപ്പോമേ. ഉണ്ണി ഓവറോൾ ഉണ്ണിക്ക് ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ 9.5 മാർക്ക് ഔട്ട് ഓഫ് 10 അല്ലേ ശിവാംഗി? ഞാനാരാ മാർക്ക് ഇടാൻ? മാർക്ക് ഇടുന്നില്ല നമ്മൾ. ഇല്ല, ദൈവം സൃഷ്ടിച്ചതാണ്, നമ്മൾ മാർക്കിട്ട് അതിനെ വന്ന് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരുപാട് എൻ്റെ കുട്ടിയുടെ അടുത്ത് നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ മാർക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഉണ്ണി ഇപ്പൊ ഉണ്ണി കൈ തട്ടിയത് ബിബിൻ ജോർജ് ഓൾറെഡി മാരീഡ് 3 കിഡ്സ് പോയി വിട്ട്, അത് ഓൾറെഡി ടേക്കൺ, ടു മച്ച് ടേക്കൺ, വിട്ടേക്കു ഞങ്ങള്. ഓക്കെ, അപ്പൊ സന്ദീപും ഉണ്ണി മുകുന്ദനും ഒരുമിച്ച് വന്നു, എന്ത് ചെയ്യും? അത്രയുള്ളൂ, ഞാൻ രണ്ടുപേരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. കല്യാണത്തിലേക്കൊന്നും കടക്കില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എടുത്തോണ്ടേ പോയി. അപ്പൊ അത് ക്രീപ്പി ബിഹേവിയർ. അത് അപ്പൊ ഞാൻ ചോദിക്കട്ടോ ഒരു കാര്യം, ജെൻസി കുട്ടികളുടെ ചോദ്യമാണ്, സിറ്റുവേഷൻഷിപ്പോ റിലേഷൻഷിപ്പോ? ഞാൻ ജെൻസി ആയിരുന്നാലുമേ ഞാൻ ഒരു ഭയങ്കര ഓൾഡ് സ്കൂൾ കുട്ടിയാണ്. എനിക്ക് വന്ന് ഇങ്ങനെ സ്മോൾ തിങ്സ് മാറ്റേഴ്സ് ടു മീ ലോട്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്താ പറയണ്ടേ, എനിക്ക് റിലേഷൻഷിപ്പ് അത് സിറ്റുവേഷൻഷിപ്പ്, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പേ സിറ്റുവേഷൻഷിപ്പ് മാതിരി ആയിക്കൊണ്ടിരിക്കാൻ. റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴേ ഇത് വന്ന് എന്ത് കല്യാണം കഴിക്കോ ഇല്ലയോ, ഇത് എവിടേക്ക് പോകുന്നോ ഇല്ലയോ, ശരി ഇപ്പതിക്ക് ചുമ്മാ ജാലിയായിരിക്കാം, അങ്ങനെയെന്നാണ് ഇപ്പം എല്ലാം പോകുന്നത് റിലേഷൻഷിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഐ സ്റ്റിൽ വാണ്ട് ദറ്റ് റീഅഷ്യൂറൻസ്, ദറ്റ് ടൈം, അറ്റൻഷൻ. അതിപ്പോൾ ഭയങ്കര ഒരുമാതിരി ലാക്കിംഗ് ഉണ്ട്. ഓ അങ്ങനെ. ബെഞ്ചിങ്ങിൽ വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്ങാ? അങ്ങനെന്നാ? ഓ നല്ല കുട്ടി കേട്ടോ. അതിന് ചേച്ചിക്കറിയാം ബെഞ്ചിങ് എന്താ. ബെഞ്ചിങ് അല്ലെ, ബെഞ്ചിങ് എന്നൊരു സാധനമുണ്ട്, ബിബിൻ അറിയാം ബെഞ്ചിങ്. അതായത് ഒരു ബെഞ്ചിൽ നമ്മൾ 3-4 പേരെ ഇരുത്തുന്നത് പോലെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ബൈ വെക്കും. ഒരാൾ പോയാൽ അടുത്ത ആള് പോയാൽ അടുത്ത ആൾ. അത്ര ടാലന്റ് എനിക്കില്ല. അതായത് നമുക്കെല്ലാം നൈറ്റ് ഉറങ്ങാനേ ടൈമില്ല. ഇതിൽ 3 പേരെ നിൽക്ക വെച്ച് അവൻ്റെ ഉറക്കം കെടുത്തി ഈ പാപം, ഇത്രയും പാപം നമുക്ക് ആവശ്യമില്ല. അത്രയും പാപം വേണ്ട. എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി, എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. റിയലി? ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും കഴിവുള്ള കുട്ടീനെ ആരാണ് തേച്ചത്? സൗന്ദര്യമല്ല, ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. പണ്ടെല്ലാം കുറച്ച് ഓക്കെ തന്നെയായിരുന്നു ഞാൻ. സൗന്ദര്യം കുറച്ച് 26-27 വയസ്സിലാവുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി വരില്ലേ, അപ്പോഴാണ് വരാൻ തുടങ്ങി.
അതിനു മുമ്പ് ആരത്? ബിബിൻ ജോർജിന് സഹിക്കുന്നില്ല അതാ ഞാൻ. നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്നാലും സൗന്ദര്യം, അപ്പൊ ഇത്രയും സൗന്ദര്യം കഴിവ് ഇത്രയും സമ്പാദിക്കുന്ന വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുകൊണ്ടോ? അത് എല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്, അതുകൊണ്ട് ലോൺ ഉണ്ട്, കുഴപ്പമില്ല. അത് ലോൺ ഉണ്ട്. പ്ലസ് ഞാൻ ആ കാശ് എൻ്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനി ഒരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ല് 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ അതോ ഒരാളെ ആക്കുന്നതേ ഇന്ന് ഇതാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി ആരവർക്ക് കാശ് കൊടുക്കും? 12 അത് കോളേജെല്ലാം വന്ന് ഇത് 4th ഇയർ വരെ പഠിക്കണം. ഇതിൽ വേറെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് പോലും ചില പേർക്ക് ഇന്ന് ജോലി വേറെ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 2 കുട്ടികൾ മറ്റും പോതും. അങ്ങനെയല്ല, ഞാൻ വന്ന് 1, 2 നോക്കാം. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വിഷ്ണു. ഇതെല്ലാമേ കേട്ട് പഠിക്കുങ്കോ കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ശിവാംഗി ഇനി ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. എന്നാലും വിശേഷങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ഉണ്ടാ? ആരെങ്കിലും കൂട്ടിട്ട് വരുന്നുണ്ടാ? അത് വെയിറ്റ് ചെയ്യണം, അത് ഞങ്ങളിപ്പോൾ പറയത്തില്ല. ഓക്കെ 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 ഓക്കെ. അപ്പോൾ വലിയൊരു കൈയടി കൊടുത്തോണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അവാർഡ് വാങ്ങിയതിന് നന്ദിയേ പറഞ്ഞില്ല. ഓക്കെ, സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് മികപ്പെരിയ ഒരു നന്ദി. എന്തിനാ? അവരുടെ ഇൻ്റർവ്യൂ കാരണം എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടി. 1 ഈസ് ലവ്ലി മൂവി വന്ന് ആ പടം ലവ്ലി മൂവി ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. കുറേ ഇവിടെ ഷോസ് എല്ലാം പാടാൻ, കേരളത്തിൽ ഷോസ് എല്ലാം പാടാൻ എനിക്ക് വന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടി. കുറേ ഇൻ്റർവ്യൂസ് അതിന് മുമ്പ് കൊടുത്തിരുന്നു. ബട്ട് മൈൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂ അങ്ങനെ ഒരുമാതിരി ബാങ് അങ്ങനെ ഒന്നായിപ്പോയി. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കെന്നെ ഒരു നന്ദി പറയണം. എന്തിനാ അന്ന് തീരെ മൂഡ് ഓഫ് ഇല്ല എനിക്ക് ഇൻ്റർവ്യൂ തരാൻ, മൂഡ് ഓഫ് എനിക്ക്. എന്നാൽ കെന്നെ വന്ന് ജാലിയെന്നോ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഞാനും ജാലിയായിപ്പോയി. അതാണ് നിങ്ങൾ കാണുന്ന ഇത്ര വ്യൂസ്. സോ താങ്ക് യു സോ മച്ച് കെന്ന ആൻഡ് കെന്നയുടെ ഹസ്ബൻഡ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മലയാളി മക്കളിന് എനിക്ക് വന്ന് മികപ്പെരിയ ഒരു താങ്ക്സ്. എന്തിനാ ഞാനെല്ലാം മുമ്പ് കൊച്ചിയിൽ ലുലു മാളിലെല്ലാം പോകുമ്പോൾ ആരെങ്കിലും വന്ന്, കൊച്ചിയിലെല്ലാം എന്നെ അറിയില്ല, കേരളയിലെല്ലാം അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മേ ബി 1 ഡേ കേരളത്തിൽ എന്നെ ആരെങ്കിലും തിരിച്ചറിയണം, അങ്ങനെ ഞാൻ വന്ന് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു 4 years ബാക്ക്. അപ്പോൾ വന്ന് ബട്ട് ഇപ്പോൾ ഞാൻ വന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റ് കയറുമ്പോഴേ എല്ലാവരും വന്ന് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സോ എനിക്ക് അതിനെല്ലാം വന്ന് കേരള മക്കളിന് ഭയങ്കര നന്ദി, കേരള പ്രേക്ഷകർക്ക് ഭയങ്കര നന്ദി, ദൈവത്തിന് നന്ദി, എൻ്റെ അമ്മാന് നന്ദി. എൻ്റെ അമ്മയാണ് എല്ലാം കേരള എന്ന് മലയാളികളെ വിടല്ലേ എന്ന് എൻ്റെ അമ്മയാണ് പറഞ്ഞത്. സോ എൻ്റെ അമ്മയ്ക്ക് മികപ്പെരിയ നന്ദി. എൻ്റെ അമ്മേനെ ഇത് കാണാൻ പറ്റിയില്ല. ആൻഡ് ഇത് ഞാൻ കേരളത്തിൽ വാങ്ങുന്ന ഫസ്റ്റ് അവാർഡ്. സോ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനി കുറേ അവാർഡ് ഞാൻ കേരളത്തിൽ വാങ്ങിക്കാം. താങ്ക് യു. സൂപ്പർ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യണം, പോകാൻ പാടില്ല. ഒരു വലിയ സർപ്രൈസ് ശിവാംഗിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എത്ര പേരെ തേച്ചിട്ടുണ്ട്, എത്ര പേര് തേച്ചു എന്നൊക്കെ നമുക്ക് അപ്പോൾ അറിയാം. എന്താ തേച്ചു പറഞ്ഞ അയണിങ്, മീൻ breakup, betrayal. Okay. ശരി. Okay. Shivangi, you have to announce a title award, a category. Okay. Can I get in the category, please? കാറ്റഗറി ഏതാണെന്ന് ഇവിടെ ഇത് അനൗൺസ് ചെയ്യാൻ പോവാണ്. ശിവാംഗി. ഡാസ്ലർ റെട്ടാന ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ഞങ്ങൾ ഇവിടെ ഇത് അറിയാൻ പോവാണ്. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആരാണ് ശിവാംഗി? പോയ വർഷം കലക്കി അടിച്ച് വേറെ ലെവലാ ചെയ്ത ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ് നൽകുന്നത്. ഞാൻ ലേക്ക് വാങ്ങാനായിട്ട് അനുമോളാണ്, ശിവാംഗിയാണ് അവാർഡ് നൽകുന്നത്.
ആദ്യം നിങ്ങളുടെ മെമെന്റോ ശിവാംഗി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നൽകാനായിട്ട്. ശിവാംഗി പ്ലീസ് മെമെന്റോ നൽകാണ്. ഡാസ്ലർ റിട്ടേൺ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള അവാർഡാണ്. ഇനി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. സർട്ടിഫിക്കറ്റ് ശിവാംഗി നൽകുന്നു. ഒപ്പം തന്നെ ഡാസ്ലർ റിട്ടേണിന്റെ ഗിഫ്റ്റും നൽകുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ആണ്. ഗിഫ്റ്റും കൂടി ശിവാംഗി നൽകുന്നു. സോ അനു, എന്താണ് അനു ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? താങ്ക് യു ശിവാംഗി. ശിവാംഗിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് മേടിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. എനിക്ക് അവാർഡ് കൊടുക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒറ്റയാൾ വിജയമല്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഓഡിയൻസാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. വേറെന്താ, ഒത്തിരി സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും. ഇപ്പൊ ശിവാംഗി നേരത്തെ പറഞ്ഞു ഉണ്ണി മുകുന്ദനെ ഇഷ്ടമാണ്, സന്ദീപിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അനുവാണ് ഞങ്ങളുടെ അടുത്ത കേരളം കാത്തിരിക്കുന്ന ഒരു സ്പിൻസ്റ്റർ കൂടിയാണ്. ഏറ്റവും കൂടുതൽ എലിജിബിൾ സ്പിൻസ്റ്റർ ആണ്. അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? എൻ്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. ആരുമില്ല. എന്നാലും പറയാനാണെങ്കിൽ അല്ല, മുന്നേക്ക് ഉണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന്. അതെന്താ വേണ്ടാന്ന് വെക്കാൻ കാരണം എന്താണ് അനു? അങ്ങനെ ചേച്ചി ക്രഷാണോ ഉദ്ദേശിച്ചത്? ആരെങ്കിലും ക്രഷ് ഉണ്ടോന്നാണ്? ക്രഷ് ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ക്രഷ് പറഞ്ഞാൽ മതി, ഇഷ്ടം മറ്റേ പ്രണയമൊന്നും പറയണ്ടടാ. ഉണ്ണിമുകുന്ദനടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ട്. ഈശ്വര, ഉണ്ണി മുകുന്ദന് വേണ്ടി ഭയങ്കര ഫൈറ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി ഇത് വല്ലതും ഉണ്ണി അറിയുന്നുണ്ടോ? രണ്ട് പെൺകുട്ടികൾ, ഉണ്ണിക്ക് ഭയങ്കര കോമ്പറ്റീഷൻ. ഇവിടെ ക്രഷ് ഉണ്ണി മുകുന്ദനോട്. പക്ഷെ എന്നെക്കാളും ചേച്ചിയാണ് എലിജിബിൾ. എലിജിബിൾ വൈ 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 ചേച്ചി എലിജിബിൾ சொல்லியே எதுவுமே சொல்லியேவா? അല്ല, വൈ ചേച്ചി എലിജിബിൾ சொல்லியே അങ്ങനെ വൈ? ഓ വൈ, ബിക്കോസ് എനിക്കിനി എന്താ പറയണ്ടേ, ഞാൻ ടൈം ഉണ്ട്. ആ ചേച്ചി വന്ന് ടൈം ഔട്ട് ആയാ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയണ്ടേ, എപ്പോഴും നമ്മൾ മൂത്തവർക്ക് വഴി കാട്ടണം എന്നാണ് എന്റെ ടീച്ചേഴ്സ് എല്ലാം പഠിപ്പിച്ചത്. ഓ മൈ ഗോഡ്, എത്ര അനുസരണയുള്ള ഒരു അനുജത്തിയായിട്ട് അങ്ങനെയാണ് പറയുന്നത്. സ്നേഹമുള്ള അനിയത്തിയാണ് അനു. എത്ര വർഷത്തിൽ നിന്നും അല്ല അറിയാൻ പറ്റുമോ? എന്ത്? കാരണം വേഗം വേണം എന്നാണ് പറയുന്നത് ശിവാംഗി. കല്യാണമൊക്കെ ആണോ? കല്യാണം പെട്ടെന്ന് വേണോ? ആർക്ക്? എനിക്കാ? അല്ല, ഇവർക്ക്. എനിക്കോ? അനുവിന്. അതല്ല, അവരവരുടെ തീരുമാനമാണ്. എടേ നീ എന്റെ ശിവാംഗി ഏതെങ്കിലും ഒന്ന് പറ ചൊല്ലിയ. അപ്പ കൺഫ്യൂസ് പണ്ണാതെ. ഇല്ല, ഞാൻ പറഞ്ഞത് എന്നെക്കാളും ഈ സ്റ്റേജിൽ ഇവർ എലിജിബിൾ. അങ്ങനെ അതിനൊന്നും ഇവർ ഉടനെ നാളെ പോയി കെട്ടും ഞാൻ പറഞ്ഞില്ല. നാളെ പോയി കെട്ടണ്ട. ഓക്കെ, കെട്ടുന്നതിന് മുന്നാടി ഒരു ടിപ്പ് പറയാൻ പറഞ്ഞ എന്ത് പറയും? കെട്ടാൻ പോകുന്ന പെൺകുട്ടികളോട് ഇത് മാതിരിയുള്ള പയ്യനെ കെട്ടണം. കാരണം കെട്ടാൻ നാളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പെൺകുട്ടികളോട് വാട്ട് അഡ്വൈസ് യു ഹാവ് ടു ഗിവ് ടു ദ ഗേൾസ് ഹു ആർ ഗോയിങ് ടു മാരി ടുമോറോ മോർണിംഗ്, ഏർലി മോർണിംഗ്? നന്നായിട്ട് ഉറങ്ങും ഞാൻ പറയാം. നന്നായിട്ട് ഉറങ്ങുന്ന? ബിക്കോസ് നന്നായിട്ട് ഉറങ്ങിയാണ് നന്നായിട്ട് കണ്ണു മുഴിച്ച് താലി കെട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇന്നൊന്ന് വന്ന് വേറെന്താ, നാളെ കല്യാണം ടെൻഷൻ ആവല്ലേ. ആൻഡ് കണ്ടിപ്പാ മേക്കപ്പ് റൂമില് നിറയെ പേരെ കേറ്റരുത്. കറക്റ്റ്, ഇത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് കുറെ പേരുടെ ഒപ്പീനിയൻസ് മൈൻഡിൽ എടുക്കരുത്. ഓക്കെ, ഒരു കല്യാണം എന്നാ വന്ന് നിറയെ പേര് വന്ന് എന്തെല്ലാമോ പറഞ്ഞിട്ട് പോകും. അത് ശരിയില്ല, ഇത് ശരിയില്ല, പെണ്ണിന്റെ ഡ്രസ്സ് ആ റെഡ് കുറച്ചുകൂടെ റെഡ് ആവായിരുന്നു, ആ തങ്കം കുറച്ചുകൂടെ കളർ മാറ്റായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഈ കാതി കെട്ടി ഈ കാതിൽ വിട്ടിട്ട് ജാലിയ പയ്യന്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് കാറിലേറി വീട്ടിൽ പോയി ജാലിയ കൊണ്ടാടണം. അത്ര സൂപ്പറമ്മ, ഒരു കൈ തട്ടുകോ പ്ലീസ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും കല്യാണത്തെ പറ്റി പറഞ്ഞു. എത്ര പേര് ബിട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ തേച്ചോന്നല്ലേ പറഞ്ഞില്ല. എത്ര പേരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും എത്ര പേരെന്ന് കൗണ്ട് പണ്ണുന്നില്ല. ഇല്ല, നോ. സോ കല്യാണം കഴിഞ്ഞിട്ട് ആ പയ്യൻ, യു മീൻ ഭർത്താവ്, പറ്റിച്ചു എന്ന് കണ്ടാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഗേൾസ് എന്ത് ചെയ്യണം? ഇത് അനുമോൾ ചേച്ചി പറയും. അനു എന്താണ്? കാരണം ശിവാംഗി പറയുന്ന അതാണ്. ഇത്രയും നേരം കല്യാണം വരെയുള്ളതേ എത്തിയുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങേര് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം സ്ത്രീകൾ എന്ന നിലയിൽ? അല്ല, പുള്ളിക്കാരൻ നമ്മളെ പറ്റിച്ചിട്ട് പോയതല്ലേ, ഇനി നമ്മൾ പിടിച്ചെടുത്തോണ്ട് വരാൻ പറ്റില്ല. മൈൻഡ് ചെയ്യണ്ട, നമ്മൾ അടുത്ത ആളെ നോക്കണം. നമ്മള് മൈൻഡ് ചെയ്യരുത്, അടുത്ത ആളെ നോക്കണം. അതായത് ഓൾറെഡി അതായത് കണ്ണടി ഇരിക്കുന്നു അല്ലേ, നമ്മുടെ ഭാഷയിൽ ചില്ല്. ഉടഞ്ഞ ചില്ലിനെ ഒട്ടാൻ ട്രൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ബിഗ് ബോസിൽ 100 ദിവസമാണ് അനു സ്പെൻഡ് ചെയ്തത്. അതെ, ഞാനും വന്ന് ബിഗ് ബോസിൽ ഇരുന്നപ്പോൾ ഞാൻ ഒരു പെർഫോമൻസിന് വേണ്ടി പോയിരുന്നു. പോയപ്പോൾ
ഓ കാതില് ഡയറക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ കിട്ടില്ലേ? ഇല്ല, ഡയറക്ടർ എന്തൊക്കെയോ കൂപ്പിടുന്നു, ഒന്നും എന്തോ മനസ്സിലാവുന്നില്ല. പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ചോദിക്കും ഇത് ചോദിക്കും അത് ചോദിക്കും, എല്ലാം കേൾക്കുന്നുണ്ട്. അന്ത കൈ പണി ഞാൻ കാണിച്ചു തരാം അവൻ യാറെന്ന് ലാസ്റ്റ് അടി കൊടുക്കുമ്പോ. ഓക്കെ. ആ സോ അനു ചേച്ചി വന്ന് വിന്നിയും കരുത് എനിക്ക് വെളിയിലെന്ന് അറിയായിരുന്നു, ബട്ട് ഉള്ളിൽ പോയപ്പോൾ ഒന്നും പറയാൻ പാടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ബട്ട് വിന്നി ചെയ്തത് വന്ന് എനിക്ക് വന്ന് ഭയങ്കര ഹാപ്പി. എന്നാലും ശിവാംഗി ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ എത്ര ദിവസം വരെ നിൽക്കും എന്നാണ് അനു തോന്നുന്നത്? ശിവാംഗി പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 100 ദിവസം നിൽക്കും. വായ്പയില്ല, കാരണം ഫുൾ ടൈം സംസാരിക്കുന്ന നിങ്ങൾ അങ്ങനെ വിചാരിക്കാണ്. പെട്ടെന്ന് ഇമോഷണൽ ആവോ? അതെ ആവും. ഞാനൊരു എമോഷണൽ ഗേൾ. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. പിന്നെ എനിക്ക് വന്ന് ഒരു എന്താ പറയണ്ടേ, ഒരു അടച്ച സ്പേസിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. സോ മച്ച് ട്രിഗർ പോയിന്റ്സ്. ആൻഡ് നിറയെ പേർക്ക് അറിയില്ല, എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ദേഷ്യവും വരും. സോ ബിഗ് ബോസിൽ പോയാൽ എൻ്റെ ജീവിതമേ പോയി, അതുകൊണ്ട് ഞാൻ പോകില്ല. അപ്പൊ അനു എന്താണേലും അനുവിന് ഒരു ക്രൗണും കൂടി നൽകുകയാണ്. ശിവാംഗിക്കാണ് ഇതിനു മുമ്പിൽ ഞങ്ങൾ ഒരു ക്രൗൺ ചെയ്തത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ടൈറ്റിൽ വിനേഴ്സിനുള്ള അവാർഡ് ഞങ്ങൾ നൽകുന്നുണ്ട്. പ്രീതി പറക്കാടിനെയും കൂടി ഞാൻ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. പറക്കാട് ജുവൽസ് ആണ് ഞങ്ങളുടെ ഇന്നത്തെ അസോസിയേറ്റ് സ്പോൺസർഷിപ്പ്. ശിവാംഗിയും പ്രീതിയും കൂടെ ചേർന്നിട്ട് അനുവിനുള്ള ഒരു ക്രൗൺ, ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാറിനുള്ള ക്രൗൺ ഞങ്ങൾ ഇവിടെ ഇത് അണിയിക്കുകയാണ്. നല്ലൊരു കൈഡി എടുക്കാം. അനുമോളാണ് ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ. ശിവാംഗി, നെക്സ്റ്റ് കാറ്റഗറി ഏതാണ്? ആഹാ, ഇതെനിക്ക് ഭയങ്കര വെരി പേഴ്സണൽ കാറ്റഗറി ആക്ച്വലി. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര പേഴ്സണൽ ആയിരിക്കും. ബെസ്റ്റ് ടെലിവിഷൻ ആങ്കർ 2025. ബെസ്റ്റ് ടെലിവിഷൻ ആങ്കർ ആരാണെന്ന് നോക്കുന്നു. ശിവാംഗി, ആരാണത്? മ്യൂസിക്കൽ വൈഫ് അറ്റ് ഫ്ലവേഴ്സ് ടിവി. അതിലെ പേര് ഡെയ്ൻ ഡേവിസ്. ഡെയ്ൻ ഡേവിസ് ആണ് ഞങ്ങളുടെ ടെലിവിഷനിലെ ഹോസ്റ്റിനുള്ള അവാർഡ് ഇവിടെ ഇതാ ശിവാംഗി നൽകുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ടോ ഈ ഒരു മൊമെന്റിൽ? ഡെയ്ൻ, എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. എനിക്കിങ്ങനെ ഒരു അവാർഡ് തീരുമാനിച്ചതിൽ, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ യാദൃശ്യമായിട്ടാണ് എന്നെ ഇതിലോട്ട് വിളിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബ്രദറിന് ഒരു ബേബി ബോയ് ഉണ്ടായി. അപ്പോൾ ആ വാർത്ത അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിലേറെ സന്തോഷം. ശിവാംഗി എനിക്ക് അവാർഡ് തരുന്നു. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഓഫ് ദ മൊമെന്റ് ഓഫ് ദ ഡേ. മൂമെന്റ് ഓഫ് ദ ഡേ. അപ്പോൾ കാരണം ഇപ്പോൾ എനിക്ക് ലഭിച്ച ഷോ എന്ന് പറയുന്നത് മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഷോയാണ്. അപ്പോൾ അതിൽ ബിന്നി ചേച്ചിയാണ് അതിലെ വൺ ഓഫ് ദ പില്ലർ. അപ്പോൾ അതിൽ ഇടയ്ക്ക് പില്ലറാവാനായിട്ട് ശിവാംഗിയും വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ഒരു ഷോയിൽ അതേ ഫാമിലി മെമ്പർ തന്നെ എനിക്കിങ്ങനെ ഒരു പുരസ്കാരം തന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. അപ്പം ശിവാംഗി പറയുന്നുണ്ടായിരുന്നു, ഡെയ്നെ പോലെ ഒരാളൊക്കെ ആണോ? അത് ഞാൻ ഓൾറെഡി ആ ഷോയിൽ ചോദിച്ചു. അത് ഓൾറെഡി അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വീഡിയോ ചെയ്ത് അത് കിട്ടില്ല അല്ല. എന്നാൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ യുവർ കൺസെപ്റ്റിനോർ? എന്തെങ്കിലും നോ മാറ്റം? അയ്യോ ഇല്ല ഇല്ല. ഡെയ്ന്റെ ബ്രദർ ആയിട്ടാണോ കാണുന്നത്? இந்த അണ്ണനെ പറ്റി ഒരു വാർത്ത ഏതെങ്കിലും പേസ മുടിയുമാ? அந்த மாதிரி இந்த அண்ணனை பத்தி பேச முடியாது. നല്ല അണ്ണനാ എമ്മാതിരിയുള്ള അണ്ണൻ? ഇപ്പൊ ഞാൻ തമിഴിൽ സംസാരിക്കണോ മലയാളം? തമിഴിൽ சொல்லுங்கோமா. என்ன ലാംഗ്വേജ് ഇത്? എല്ലാ ഭാഷയും എല്ലാം തെലുങ്ക്, കന്നഡ, എല്ലാ ഭാഷ ഒരേപോലെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ മറുമറു ഭാഷകളാണ് സംസാരിക്കുന്നത്. അണ്ണ வந்து பார்க்க தான் ஜாலி, ஆனா உள்ள ரொம்ப டீப்பான ஒரு பர்சன். മനസ്സിലായില്ല? ഇല്ല. ചേട്ടൻ വന്ന് കാണാനാണ് ഭയങ്കര ഹാപ്പിയാണിത്, പക്ഷെ ഉള്ളിൽ ഭയങ്കര ഡീപ്പായിട്ട് തനക്കുന്ന് നിറയെ ഫിലോസഫീസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓ, അന്യൻ മാതിരി. എന്താ? അതെ, വെളിയിൽ ചിരിച്ചോണ്ടിരിക്കും, പക്ഷെ ഉള്ളിൽ ഫിലോസഫർ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയല്ല, ഉള്ളില് ബാക്ക് ഓഫ് ദ മൈൻഡില് കുറെ ഉണ്ട്. And he is I feel you are a different person. Really? Yeah. Okay. Oh, split multiple personality. അങ്ങനെയല്ല, എപ്പോമേ ക്യാമറയിൽ ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോമേ ഒരു വേറെ ഒരു ആളുണ്ടാവും. സോ അന്ത മാതിരി ഒരാള്. ഡെയിന് ചേട്ടനെ വിളിക്കണ ഇപ്പൊ എന്താ? അപ്പൊ അതേപോലെ ഡെയിനും വന്ന് ഒരു ഇൻസൈഡില് ഒരു അമേസിംഗ് ആയ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഓ സൂപ്പർ. അടുത്ത അവാർഡ് ഡാസ്ലർ എറ്റാന ബെസ്റ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസർ 2025. ഡാസ്ലർ എറ്റാന ബെസ്റ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസർ ഡിജിറ്റൽ 2025 ആരാണ്? ശാന്തനു ഹരീഷ്, ദ കെന്ന ഷോ. ശാന്തനു ആണ്. കെന്നനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്.
സോ രണ്ടുപേർക്കും കൂടെ ചേർന്ന് ശിവാങ്കിയാണ് ഞങ്ങളുടെ മെമന്റോ ട്രോഫി നൽകുന്നത്. സോ ഡിജിറ്റലി ഭയങ്കരമായിട്ട് വൈറലായ ഒരു കാര്യമായിരുന്നു കെന്നയും ശിവാങ്കിയും കൂടെ ചെയ്തൊരു ഷോ. എന്ത് തോന്നുന്നു? അത് കഴിഞ്ഞ് ദേ ഇവിടെ ശിവാങ്കിനെ നേരിട്ട് കാണുമ്പോൾ കെന്നയ്ക്ക് എന്താണ് ശിവാങ്കിയോട് പറയാനുള്ളത്? തുടക്കത്തിൽ ശിവാങ്കി സംസാരിച്ചപ്പോൾ എനിക്കും ശിവാങ്കിയോട് ഒരുപാട് താങ്ക് യു. കാരണം ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എന്നെ എവിടെ ചെന്നാലും എല്ലാ ആൾക്കാരും തിരിച്ചറിയുന്നത് ശിവാങ്കിനെ ഇൻ്റർവ്യൂ എടുത്ത ആളല്ലേ. തൊടുപുഴ എന്ന് പറഞ്ഞ പേരാണ് എവിടെ ചെന്നാലും. ഞാൻ അതിന് ശേഷം പുറത്ത് ട്രിപ്പൊക്കെ പോകുമ്പോഴും ആദ്യം വന്ന് പറയുന്നത് തൊടുപുഴ റംലാത്തയുടെ കട, അങ്ങനെ കുറച്ച് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫേമസ് ആയ എല്ലാ കാര്യങ്ങളുമാണ് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നത്. താങ്ക് യു സോ മച്ച് ശിവാങ്കി. കാരണം ശിവാങ്കിനെ എനിക്ക് പലപ്പോഴും എൻ്റെ തന്നെ അതേ ക്യാരക്ടറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഭയങ്കര ടോക്കറ്റീവാണ്, ഇമോഷണലാണ്, കുറച്ചൊക്കെ സിംറ്റംസ് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ തുടക്കത്തിൽ താങ്ക് യു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, അയ്യോ എനിക്കും കൂടെ ഒന്ന് താങ്ക് യു പറയണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്പൂസേട്ടനോട് പ്രത്യേകം പറഞ്ഞു, എനിക്ക് വേറെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലും ശിവാങ്കി കയറാൻ നേരത്ത് എനിക്ക് ശിവാങ്കിയോട് കുറച്ച് താങ്ക് യു. കാരണം ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിലാണ് കോണ്ടന്റ് വൈറലാവുള്ളൂ. വൈറലാകണം എന്ന് വിചാരിച്ച് ചെയ്ത ഒരു കോണ്ടന്റും അല്ല, നമ്മൾ ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കണമെന്ന് തന്നെ എനിക്ക് തന്നെ മനസ്സിലാകാൻ പറ്റുന്നില്ല. അപ്പം ഒരുപാട് മെസ്സേജസും ഒരുപാട് സ്നേഹവും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നെഗറ്റീവ് കമൻസ് മാത്രം വന്നേക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. താങ്ക് യു സോ മച്ച്. അതെ സോ ശാന്തനു, കാരണം ഇവരുടെ രണ്ടുപേരുടെ ഇന്റർവ്യൂവിൽ ബീങ് എ പ്രൊഡ്യൂസർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഏതായിരുന്നു? ഏത് മൊമെന്റ് ആയിരുന്നു ഇവരുടെ ഇന്റർവ്യൂവിൽ ബീങ് എ പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ടതാ? ചേട്ടനൊന്നും വന്നിരുന്നുല്ലേ? ഇല്ല, ഞാനൊന്നും വന്നിട്ടില്ല. ഇല്ല വാ, ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അയക്കുകയായിരുന്നു ഞങ്ങൾ. ഇവിടെ ഇരുന്നുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇവരുടെ ഷോ കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു മൊമെന്റ് എന്തായിരുന്നു? പിക്ക് എ മൊമെന്റിൽ പറഞ്ഞാലോ? ഇതിൽ കല്യാണത്തിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതായിരുന്നു കുറച്ചും കൂടി റീൽസിലൊക്കെ കുറച്ചും കൂടി വൈറൽ. കല്യാണത്തെ പറ്റി പറയുന്നത്. ഓക്കെ, സോ എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരാളല്ല, അപ്പുസേട്ടൻ എല്ലാം മെയിനായിട്ട് നോക്കുന്ന അപ്പുസേട്ടനാണ്. പിന്നെ ഓവറോൾ നമ്മളെ ക്രൂ എല്ലാവർക്കും നന്ദി. സൂപ്പർ, താങ്ക് യു. എനിക്ക് കുറച്ച് താങ്ക്സും കൂടെ പറയാനുണ്ട്. അപ്പൂസേട്ടൻ, ശാന്തനു, ബിജോ. കാരണം ഇവരാണ് ഞാൻ ഓരോ സജഷൻസും ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇവരാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്ന് ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം. അപ്പോൾ ഞാൻ അപ്പൂസേട്ടനോട് ചോദിക്കുമ്പോൾ എന്തായില്ലേ, ഇതെന്താ അവർ തരാത്തതെന്നൊക്കെ ഇവരെയാണ് ഞാൻ പ്രഷർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ശാന്തനു, അപ്പൂസേട്ടൻ ആൻഡ് ബിജോ. ആൻഡ് ഇതിൻ്റെ പുറകിൽ എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട്. ആൻഡ് ശിവാങ്കി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടിപൊളി ആവട്ടെ ശിവാങ്കിയുടെ ലൈഫ്, ഇതുപോലെ തന്നെ സക്സസ് ആവട്ടെ. ആൻഡ് എനിക്കൊരു ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാന്ത. നീ ശിവാങ്കി ലാസ്റ്റ് ഒരു അവാർഡും കൂടി. മൈൽ സ്റ്റോൺ എനിക്ക് ഈവന്റ് ചെയ്ത് ഷെയർ ഒന്നേ പറ്റൂ. എന്തായാലും ഒന്നും തന്നില്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൂസിന്റെ ജീവിതമെങ്കിലും ഞങ്ങൾ തരും. ഓക്കെ, താങ്ക് യു.